Hello, my name is Rohit and I'm going to do a little mono act. ആദ്യമായി രോഹിത് അനുകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ചില ആക്ഷൻസ്. അടുത്തതായി മെഗാസ്റ്റാർ മമ്മൂട്ടി. IAS ഇന്ത്യൻ ഭരണ സർവീസ്, ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസ്ത്ര ചത്താഴപ്പെട്ടിരിക്കുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറുറച്ച് വാരി ഉണ്ടാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനം ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. അടുത്തതായി പോലീസ് വേഷങ്ങൾക്ക് പുതുതായി മാനം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്നം വെട്ടിപിടുങ്ങി ഏമക്കോമിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന തന്നെയും ഇയാളെയും പോലുള്ള പരമനാറികൾക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അടുത്തതായി ഇളയ ദളപതി വിജയ്. லாக்கர் ரிலீஸ் பண்ணிட்டாடி. सुनो, तुम्हारे मालिक ने मुझे हाथ बांध के मारा. खोलने को बोला तो सोच रहे हैं? तूने मेरा हाथ तोड़ा और तेरे साथ इतने लोग हैं, फिर भी तो डर रहे हैं ना. அந்த பாயா இருக்கணும்டா. என் கையை உடைச்சு இத்தனை பேர் தொடங்கி இருக்கும் போது லாக்கு ரிலீஸ் பண்ணிட்டு அடிக்க பயப்படுறல, அந்த பயம் எனக்கு பிடிச்சிருக்கு. അടുത്തതായി ഇന്ത്യയിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. அண்ணாமலை இன்னைக்கு பணம் பேர் போக அந்தஸ்து திமிரில என் வீட்டை இடிச்சு என் குடும்பத்தை நிறுத்தல கொண்டு வந்து எனக்குள்ள தூங்கிட்டு இருந்த சிங்கத்தை தட்டி எழுப்பிட்டீங்க. அசோக், நீ இதுவரைக்கும் இந்த அண்ணாமலை நண்பரை தான் பார்த்திருக்க. இனிமே நீ இந்த அண்ணாமலை விரோதியா பார்க்க போற. இந்த நாள் உன்னுடைய கேலண்டர்ல குறிச்சு வச்சுக்கோ. இன்னிலிருந்தே உன்னுடைய அலுவல்கள் ஆரம்பமாயிடுச்சு. எனக்கு உனக்கு தன்முறை தொடங்கிடுச்சு. இந்த யுத்தத்துல நான் உங்களை பணம் பேர் போக அந்த சம்பாதிச்சு
அதே மாதிரி நானும் உன் வீட்டை இடிச்சு உன் குடும்பத்தை நிறுத்த கொண்டு வரல. என் பேர் அண்ணாமலை இல்லடா. അടുത്തതായി ഒരു ഫാഷൻ ഷോ റാങ്ക്, മെൻസ് ഫാഷൻ ഷോ. അടുത്തതായി നമുക്ക് ഫീമെയിൽസിന്റെ ഫാഷൻ ഷോ എങ്ങനെയുണ്ടെന്ന് ശ്രമിക്കാം. അവനോട് ഒത്തിരി നാണുണ്ടത് ചെയ്യാൻ, ബട്ട് വിൽ ട്രൈ. ഫീമെയിൽസ് ഫാഷൻ ഷോ. Thank you.